കോഴിക്കോട് കുറ്റ്യാടി വേളത്ത് പോലീസ് ചമഞ്ഞ് ചീട്ടുകളി സംഘത്തിൽ നിന്നും 5 ലക്ഷം രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ മുഖ്യ സൂത്രധാരൻ ഉൾപ്പെടെ 2 പേർ പോലീസ് പിടിയിൽ. നടുപ്പോയിൽ സ്വദേശി നിജീഷ് കുമാർ, ഉണ്ണികുളം സ്വദേശി മുഹമ്മദ് മുഖമിൽ തങ്ങൾ എന്നിവരാണ് പിടിയിലായത്. മുഹമ്മദ് മുഖമിൽ തങ്ങളാണ് സംഘത്തിലെ പ്രധാനിയെന്നാണ് പോലീസ് കണ്ടെത്തൽ. കേസിൽ 2 പേർ നേരത്തെ പിടിയിലായിരുന്നു. ഇക്കഴിഞ്ഞ ജൂലൈ 27 രാത്രി 10:30 വേളം പള്ളിയെടുത്ത് വെച്ച് പണം വെച്ച് ചീട്ട് കളിക്കുകയായിരുന്ന ഒരു സംഘം ആളുകളുടെ അടുത്തേക്ക് പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് എന്ന വ്യാജേനെ തട്ടിപ്പ് സംഘം എത്തുന്നത്. ഇവർ ചീട്ടുകളി സംഘത്തിന്റെ കയ്യിൽ നിന്നും 5 ലക്ഷം രൂപയോളം കൈക്കലാക്കി. പോലീസ് വയർലെസ് പോലെ തോന്നിക്കുന്ന വാക്കി ടോക്കി ഉൾപ്പെടെ തട്ടിപ്പ് സംഘത്തിന്റെ കയ്യിലുണ്ടായിരുന്നതിനാൽ ആർക്കും സംശയം തോന്നിയില്ല. അടുത്ത ദിവസം ചീട്ടുകളി സംഘം കുറ്റ്യാടി പോലീസുമായി ബന്ധപ്പെട്ടപ്പോഴാണ് തട്ടിപ്പ് നടന്നതെന്ന് മനസ്സിലാക്കുന്നത്. കുറ്റ്യാടി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കഴിഞ്ഞ ദിവസം വേളം സ്വദേശി രജീഷ്, എടച്ചേരി സ്വദേശി മധു എന്നിവർ പിടിയിലായിരുന്നു. തുടരന്വേഷണത്തിലാണ് തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരൻ മുഹമ്മദ് മുഖമിൽ തങ്ങളും നിജീഷും പിടിയിലാകുന്നത്. സംഘത്തിലെ പ്രധാനിയായ മുഹമ്മദ് മുഖമിൽ തങ്ങൾ മുക്കം മണാശ്ശേരിയിൽ വെച്ചാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പണം തട്ടിയെടുത്ത ശേഷം മുഖമിൽ തങ്ങൾ പെൺസുഹൃത്തിനോടൊപ്പം ഗോവയിലേക്ക് കടന്നിരുന്നു. നാട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് പോലീസ് പിടികൂടിയത്. നടുപ്പോയിൽ സ്വദേശി നിജീഷിനെ കുറ്റ്യാടിയിൽ വെച്ചാണ് പിടികൂടിയത്. നിജീഷിന്റെ വീട്ടിൽ വെച്ചായിരുന്നു ഗൂഢാലോചനയും ആസൂത്രണവും. നിജീഷിന്റെ പേരിൽ കർണാടകയിലും സാമ്പത്തിക തട്ടിപ്പ് കേസ് നിലനിൽക്കുന്നുണ്ട്. പരാതിക്കാരെ തിരിച്ചറിഞ്ഞ ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയ 2 പ്രതികളെയും നാദാപുരം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. സംഭവത്തിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ഇവർക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കിയതായും പോലീസ് അറിയിച്ചു. ന്യൂസ് മലയാളം, കോഴിക്കോട്.